കൃഷി ചെയ്യാൻ മടിച്ചു നിൽക്കുന്നവർക്ക് ഒരു വഴികാട്ടിയാണ് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശിയായ അബ്ദുൾ റഹീം. തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന് കഴിഞ്ഞ 15 വർഷത്തോളമായി അദ്ദേഹം കൃഷി ചെയ്യുന്നു. തന്റെ 30 സെന്റോളം വരുന്ന സ്ഥലത്ത് തികച്ചും ജൈവ രീതിയിലാണ് അദ്ദേഹത്തിന്റെ കൃഷി. 15 വർഷമായി ജൈവ കൃഷിക്ക് ഇറങ്ങിയിട്ട് ചാണകപ്പൊടി മറ്റേ കൃഷിനൊക്കെ ഉപയോഗിച്ച് അടിയോളമായിട്ട് ചോറിട, ചാണകപ്പൊടി, വേപ്പിണ്ണാക്ക്, എല്ലുപൊടിയൊക്കെ എല്ലാം കുറച്ചിട്ട് എല്ലാം കൂടി മൂടി വെക്കാം. സോഫ്റ്റ് മണ്ണ് ഫുൾ സോഫ്റ്റ് ആയിരിക്കണം. നല്ല ഉണ്ടാക്കണം, നല്ല നന്നാവും, വേര് ഓടണം. അല്ലാതെ പിന്നെ നമ്മൾ 2 നേരം നടക്കണം. നമുക്ക് ആയിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതിന് സാഹചര്യം വേണം. മെയിനായിട്ട് ഇപ്പൊ ഒരുപാട് കൃഷി ഇല്ല. ഫ്രൂട്ട്സ്, പഴങ്ങള്, ജാതിക്ക, കപ്പങ്ങ, വാഴ, തെങ്ങ്, കവുങ്ങ്, ഒട്ടും സാധനം എല്ലാം ഇപ്പൊ. തന്റെ കൃഷിയിടത്തിലെ പണികളെല്ലാം ചെയ്യുന്നത് റഹീം തന്നെയാണ്. മണ്ണൊരുക്കുന്നതും വളമിടുന്നതും നനയ്ക്കുന്നതും എല്ലാം സ്വയം തന്നെ. സ്ഥലത്ത് എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് തെങ്ങിന്റെ തടം ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. മണ്ണ് വെക്കണ എല്ലാ വളമൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. എല്ലാ വളമുണ്ട് ചെയ്യും. അബ്ദുൾ റഹീമിന്റെ പച്ചക്കറികൾക്ക് ആവശ്യക്കാരേറെയാണ്. തന്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുത്ത് അതിൽ നിന്നും ഒരു ചെറിയ വരുമാനം അദ്ദേഹം കണ്ടെത്തുന്നു. ഇവിടെ ആള് വരും, ആളൊന്ന് മേടിച്ചിട്ട് പോകും. ഞാൻ ഇതിലുള്ളൂ, ഫോണിലുള്ളൂ, ഒന്ന് മേടിച്ചിട്ട് പോകും. നേരത്തെ പറയും ആൾക്കാര് എപ്പോഴും സാധനം നല്ല സാധനം അല്ല, വിഷമില്ല. വെണ്ടക്ക, ചുവന്ന വെണ്ടക്ക, സാധാ വെണ്ടക്ക, ഏറ്റവും എളുപ്പമായി ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങൾ അതൊക്കെ ഉണ്ടാക്കാം നോക്കാം. വെണ്ട ശ്രമിക്കുകയെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കുക. 1.5 ദിവസം 2 ദിവസം മുമ്പ് പറിക്കുക വെണ്ടക്ക. ഇന്ന് പറിച്ചിട്ടില്ല. 5 ചീര എൻ്റെ കയ്യിലുണ്ട്. ഇത് സാധാ ചീര, ചുവന്ന ചീര, പിന്നെ ചേമ്പ് ചീര, ചാമ ചീര, 5 ഐറ്റം ചീര എൻ്റെ കയ്യിലുണ്ട്. കക്കിരിയാണ്, ഇതൊക്കെ ആയിട്ട് നോക്കിയാണ്, കുഴപ്പമില്ല. മഴ ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കക്കിരി ഒരുണ്ടാക്കി കിട്ടി. നല്ലത്. എനിക്ക് വേറെ അധികം പറഞ്ഞില്ല. നല്ല അടിവെള്ളം കൊണ്ട് വേറെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഉണ്ടാക്കാം. വെയിൽ വേണം, നനവ് വേണം. നല്ല വെയിൽ വെള്ളമെങ്കിൽ ഓക്കെ, നമുക്ക് ഉണ്ടാക്കി വെക്കാം. ശ്രമിക്കണം. നിത്യവരങ്ങ വയറ്റിലെപ്പോഴും ഉണ്ടാവും. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് നിത്യവരങ്ങ. അധികം വെള്ളം വേണ്ട. ഇനി അതാണ് ടിഷ്യൂ ആയ കൃഷിയെ കിട്ടിയാണ്. പെട്ടെന്ന് അടിയില് പച്ചപ്പുല്ല്, ചാണകപ്പൊടി, പച്ചപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താലും ഉഷാറാവും. പിന്നെ അധികം വെള്ളം വേണ്ട. അതൊന്ന് നോക്കണം. 2 നേരം നോക്കണം. വൃത്തിയായി സൂക്ഷിക്കുക. കൊലൊക്കെ ഉഷാറാവും. ഇനിയിപ്പോ ഇത് കണ്ടില്ല പട കണ്ടാ മതി. ഇത് വയലങ്ങ. ഇപ്പൊ ഇന്ന് പൊട്ടിച്ച് കുറെ ഉണ്ടായി. ഇത് തക്കാളി, പയറുണ്ട്, നിത്യവരങ്ങുണ്ട്, പാവക്കുണ്ട്. ഇതില് പൂടില്ല, ആവുള്ളൂ. പൂടിലുണ്ട്, പീച്ചിങ്ങുണ്ട്. മുളകുകൾ പല ടൈപ്പ് മുളക്, ബാജി മുളക്, മാലിമുളക്, പല ടൈപ്പ് മുളകുകളുണ്ട്. എല്ലാം കാഴ്ച നിൽക്കുന്നുണ്ട്, അങ്ങ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് പണിയുന്നില്ല. നല്ല ചാണകപ്പൊടി കിട്ടുന്ന ഉഷാറാവും. വളണ്ട് ചെയ്യുന്നു. പിന്നെ വഴുതനങ്ങ, ലോങ്, വഴുതനങ്ങ, ചേമ്പ് ചീര, ഇതൊക്കെ നല്ല ഓപ്ഷൻസ് ഗുണമുള്ള സാധനമാണ്. വേങ്ങര വഴുതനങ്ങ കൂടി വേങ്ങര പറയും. നീളം വെക്കും. മാതളം എല്ലാ കൊല്ലം എനിക്ക് ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഉണ്ടാക്കി കിട്ടാറുണ്ട്. ഇത് 4 മോളിക്ക് താഴത്ത് കഴിക്കാം. വെള്ളം വേണമെങ്കിൽ കായ്ക്കുന്ന സാധനം. കുറ്റി ബീൻസ് ആണ്. ഇതൊക്കെ വേഗം കായ്ക്കുന്ന സാധനമാണ്. പൂവല്ല. പിന്നെ ഇത് പ്ലാവാണ്. 1000 പ്ലാവ്.
ഇത് പ്ലാവ് അടുത്തുള്ള കായ്ക്കും തന്നത്. ഇത് പൊന്നാങ്കണ്ണി ചീര, ഔഷധ ഗുണമുള്ള ചീരയാണ്. ആയിക്ക് വേണം കഴിക്കാൻ നല്ല സാധനം. ഇത് ചിലപ്പോൾ വെക്കുന്നുണ്ട്, ആഗ്രഹം വെക്കുന്നുണ്ട്, ഞാനും വെക്കുന്നുണ്ട്, ഇപ്പോൾ വെക്കുന്നുണ്ട്. നല്ല കണ്ണിനൊക്കെ ഉള്ള നല്ല സാധനമാണ്. ചക്കരപ്പുളിയാണ്, കായ്ച്ചിട്ടില്ല. കഴിഞ്ഞാൽ ചെറിയ പൂവിട്ട് അവിടെ തന്നെ ഇട്ടിട്ടില്ല. ചക്കരപ്പുളി മധുരമുള്ള പുളി. ബിരിയാണി കഴുത അല്ലെങ്കിൽ രമ്പല ബിരിയാണിക്ക് ഉപയോഗിക്കുന്നതാണ്. സൂപ്പർ സാധനം ആണ്. മിറാക്കിൾ ഫ്രൂട്ട്. ഇത് സലാഡ് ഓറഞ്ച്, സലാഡ് ഉപയോഗിക്കുന്ന ഓറഞ്ചാണ്. സലാഡ് ഓറഞ്ച് കരണ്ട് പച്ചയുണ്ട്. അത്തിപ്പഴം അതിന് പൊക്കില്ല, കായല്ലേ, കായ കൊഴിഞ്ഞു. അത്തിപ്പഴം മധുരമുള്ള അമ്പഴം. ഇത് കിളിയാവൂര്, രണ്ട് രണ്ട് അന്തക്കളി മരുന്നായി. ബറാബാണ്, നല്ല ഫ്രൂട്ട്സ് മേടിച്ചൊക്കെ കായ്ക്കുന്ന സാധനം. അതിനകത്ത് ചെലവില്ല. ചുവന്ന ചാമ്പ, മറ്റേ തൈലിൻ്റെ ചാമ്പന് കായൻ്റെ പൊഴിഞ്ഞ് പൊട്ടിച്ച്. ഇത് കുരുലാത്ത നാരങ്ങ, കുരുലാത്ത കായുണ്ട്, കായുണ്ട്, കുരുന്നില്ല. നല്ല മധുരമുള്ള നീ വലുത ചാമ്പക്കാണ്. നല്ല എളുപ്പം നോക്കും, നല്ല കൊണ്ടാൻ കായ്ക്കുക. പനിത്തക്കാളിയാണ്, പല ഔഷധങ്ങളുള്ള ലിവർ കംപ്ലൈന്റ് കാക്ക കുഞ്ഞിക്ക് കൊടുക്കണ മരുന്നാണ്. ഇവിടെ വന്നാലും ഞാൻ പൊട്ടിച്ചുതരാം, പലതൊന്ന് പൊട്ടിച്ചുതരാം. നല്ല അനുഭവമുള്ള സാധനം. ഇത് മുള്ളാത്തയാണ്. പല കൊല്ലായി കഴിയുന്ന കാര്യമാണ്. അല്ല മുള്ളാത്ത ക്യാൻസറൊക്കെ ഉള്ള ഫുഡ്. ഇത് മധുരമുള്ള ഹാർഫുഡാണ്. ഉപ്പിലുള്ള ഷുഗറിന് നല്ലതാണ്. ജ്യൂസ് കഴിക്കുക, നല്ല എല്ലാവർക്കും നല്ല സാധനമാണ്. ഇവിടെ വന്നാൽ ആയിക്കുണ്ടോ. ഒരുപാട് അവാർഡും കിട്ടി, ജൈവ കർഷകരുടെ അവാർഡ് ഒരുപാട് കിട്ടി. കുറച്ചല്ല, ഇപ്പൊ ലാസ്റ്റ് ആലപ്പുഴ കിട്ടി ജൈവ കർഷകർക്കുള്ള അവാർഡ്. തൃശ്ശൂര്, കൊടുങ്ങല്ലൂര്, എറണാകുളം, ആലപ്പുഴ, പിന്നെ പല സ്ഥലത്തും കിട്ടിയിട്ടില്ല. അതൊക്കെ കാണിച്ചുതരാം. ഞാൻ 6 വർഷമായി മരുന്ന് കഴിച്ചിട്ട്. ഞാൻ ഇവിടുത്തെ മരുന്നൊക്കെ കഴിക്കാൻ ഭക്ഷണം പണിയെടുക്കുമ്പോൾ 6 മണിക്ക് വെച്ചാൽ ഒരു 10:30 11 പണിയെടുക്കും. സുഖമാണ്, ഇതില്ല, ഹാപ്പിയാണ്.